തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ആ കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുമ്മ സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവോരമുണരുന്നു സംഗീതം. സംഗീതം തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.
ഭാഗ്യവും നമുക്കുണ്ടാകട്ടെ. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു പഴയ സഹപ്രവർത്തകന് കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമ്മുടെ മാവേലിയായിട്ട് നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുന്ന നമ്മുടെ മുരളിക്കും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഇതിൽ പങ്കാളികളായ എല്ലാ നമ്മുടെ സഹപ്രവർത്തകർക്കും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി വിജയകുമാർ സർ. ഈ മനോഹരമായ ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട MD ശ്രീ K.C. ശ്രീകുമാർ സർ നമ്മളോട് ഓണാശംസിച്ച് പറയാനായി എത്രയും സ്നേഹത്തോടെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട വിജയകുമാർ, ഒപ്പം തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ മാവേലിയായിട്ട് ഇന്ന് വേഷം കെട്ടി ശ്രീ മുരളീധരൻ, എല്ലാവർക്കും ആദ്യമായി ഹൃദ്യമായിട്ടുള്ള ഒരു ഓണാശംസകൾ നേരുകയാണ്. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒത്തുചേരലിന്റെ പ്രതീകം കൂടിയാണ്. കാരണം മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ ലോകത്ത്, അവിടെയൊക്കെ ഓണം ഉണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സങ്കല്പം മാത്രമല്ല, അത് ആഘോഷിക്കുന്നു, നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൂടെ വന്നപ്പോൾ കുറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഊഞ്ഞാലും ഈ വായ്പയുടെ ഒന്നുമില്ല. സാധാരണ കല്യാണത്തിൽ കണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇത് കണ്ടിട്ടുള്ളത്. അപ്പൊ കാലത്തിനനുസരിച്ച് നമ്മളും ചെറിയ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു പാരമ്പര്യം മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ വിപുലമായ രീതിയിൽ ഇന്നിപ്പോൾ ഓണാഘോഷത്തിനെ പുറത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഓണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗതകാല സ്മരണകൾ ഉൾക്കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പൂക്കളൊക്കെ നമ്മൾ പണ്ട് തൊടികളിൽ നിന്ന് വാങ്ങിയിരുന്നു, തൊടികളിൽ നിന്നായിരുന്നു പറിച്ചിട്ടുണ്ട് ഈ പറമ്പുകളിൽ. പക്ഷെ ഇപ്പം ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ ഓണക്കാലത്ത് വന്നു. ഇപ്പം നമ്മളാണെങ്കിൽ പൂ വാങ്ങുന്നത് തമിഴ്നാട്ടിൽ കിട്ടുന്ന പൂക്കൾ, ഭക്ഷണമാണെങ്കിൽ കഴിക്കുന്നുണ്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന അയലുകളും ഇലയായിരിക്കും അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളെല്ലാവരും കൂടി ഒത്തുചേരാനുള്ള ഒരു സുലഭമായിട്ടുള്ള മുഹൂർത്തം. പ്രത്യേകിച്ച് ശ്രീറാമിലിനെ സംബന്ധിച്ചിടത്തോളം 3 ഷിഫ്റ്റായിട്ടാണ് ഓടുന്നത്. എല്ലാവരും ഒരുമിച്ച് കാണുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സന്തോഷത്തോടു കൂടി തന്നെ പോകുന്നത്. നേരത്തെ നമ്മുടെ യൂണിറ്റ് ഇൻചാർജ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സീതാറാം മില്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പ്രൗഢിയോട് കൂടി നിന്നിട്ടുള്ള തലവുയർന്നിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയായിരുന്നു. പക്ഷെ അതിന് പല വീഴ്ചകളുണ്ടായി, താഴ്ചകളുണ്ടായി. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലേക്കാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ചെറിയൊരു മാസം ലാഭം ഉണ്ടാക്കിയെങ്കിലും നമ്മൾ ഇനിയും ഈ മില്ലിനെ എത്രത്തോളം മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഡൈവേഴ്സിഫിക്കേഷൻ ആണെങ്കിലും ഈ മില്ലിലത്തെ ജീവനക്കാരുടെ കാര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇതിനെ നല്ല രീതിയിൽ അതിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കട്ടെ ഇന്നത്തെ ഈ ഓണാഘോഷം. പുതിയ പ്രത്യാശയുടെ വീട് തന്നെയായിരിക്കട്ടെ. നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ മാവേലി നാടായിരുന്നു. ആ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒന്നുപോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഓരോ കാലഘട്ടത്തിൽ മാറുമ്പോൾ ജാതീയ ചിന്തകളും അതുപോലെ തന്നെ വർഗീയ ചിന്തകളും കൂടി പോകുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണത്തിന്റെ പ്രസക്തി അത് തന്നെയാണ്. കാരണം മാവേലി പാടുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും കണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ചാതുർവർണ്ണത്തിലേക്കും അതുപോലെ തന്നെ പല രീതിയിലേക്കും മാറിപ്പോയി. അതിൻ്റെതായിട്ടുള്ള പല ഇഷ്യൂസുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മാറിക്കൊണ്ട് നമ്മുടെ ഒപ്പമുള്ള പ്രവർത്തകരെ ഒരേ രീതി കാണാനും അതുപോലെ തന്നെ പരസ്പര ബഹുമാനത്തോടുകൂടി സംസാരിക്കാനും. കാരണം നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും സാധാരണ അനുഭവം തന്നെയാണ്. ഇന്ന് നമ്മൾ തിരിച്ചൊത്തി വരുമ്പോൾ അത് ശ്രീറാമിൻ്റെ ജീവനക്കാരെന്നുള്ള ഒരു ലേബിളിലാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ നമ്മളെല്ലാവരും പരസ്പര സഹകരണത്തോടുകൂടി സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി കാണാനാവട്ടെ എന്ന് ഞാൻ കൂടി ആശംസിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഭാവിയിൽ വന്നപ്പോൾ ഫസ്റ്റ് കൈ കൊടുത്തപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് സാറിൻ്റെ PF സാധാരണ ഈ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു വെക്കുന്ന പോലെയാണ്. ഞാൻ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചോദിച്ചതാണ്. എന്തായാലും അദ്ദേഹത്തിന് ഒരു ആവശ്യം നമ്മളെന്തായാലും ഈ ഓണത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കും. നമ്മൾക്ക് നമ്മളിവിടെ റിട്ടയർ ചെയ്യില്ല, എല്ലാ കൃഷികളും തീർക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കൃഷികളുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും നമുക്ക് അദ്ദേഹം അറിയാം. കഴിഞ്ഞ ദിവസം വിജയകുമാർ ഞാനാണ് രാത്രി തിരുവനന്തപുരത്ത് വരുന്ന രാത്രി അദ്ദേഹം അന്ന് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. സൈൻ ചെയ്ത് അന്നത്തെ അതേ ട്രെയിനിൽ തൊട്ടടുത്ത ട്രെയിനിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകാനുണ്ടായിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു നിശ്ചലമായിട്ടുള്ള എല്ലാവരും കൂട്ടായ പ്രവർത്തനം തന്നെയാണ്.
ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറയുമ്പോൾ ഒരാൾ വിട്ടുപോകേണ്ട വെച്ചാണ്. അപ്പം എല്ലാവർക്കും അതിനുള്ള റോളുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഒരു ടീം വർക്കാണ് ഈ മില്ലിൻ്റെ വിജയം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഒറ്റപ്പെട്ട നിന്നുകൊണ്ടൊന്നും ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി നിങ്ങളുടെ വീടുകളിലൊക്കെ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള ഒരു എന്താ പറയുക അത്തണിയാവട്ടെ ഈ സ്ഥാപനം. കാരണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനുള്ള, അല്ലെങ്കിൽ അരി വാങ്ങിക്കാനോ അല്ലെങ്കിൽ അന്നം വാങ്ങിക്കാനുള്ള ഒരു ഇതാണ് സ്ഥാപനം കൂടിയാണ് നമ്മുടെ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം നല്ല രീതിയിലായി തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിങ്ങളുടെ വീട്ടിലേക്കും കുടുംബത്തിനും നിങ്ങളുടെ അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഭർത്താവിൻ്റെ എല്ലാവരെയും ഉപയോഗിക്കട്ടെ, ഉപകാരപ്രദമാവട്ടെ. ഒരിക്കൽ കൂടി ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള സ്നേഹത്തെയും സമൃദ്ധിയുടെയും ഒരു നല്ലൊരു ഓണം നേർന്നുകൊണ്ട് നടത്തുന്നു. ഈ എല്ലാവരും ഭാവം നേർന്നുകൊണ്ട് സാറ് പറഞ്ഞത് ശരിയാണ്. കാര്യമായിട്ട് സാറും മഹാബലി തമ്പുരാനും കൂടെ ശരിയായിട്ട് വിളിച്ചിട്ടുണ്ടപ്പോൾ ഞാൻ ഭയങ്കര സ്നേഹത്തോടെ മഹാബലിയൊക്കെ അതുകൊണ്ട് ശരിയായിട്ട് കൂടി അവന് രഹസ്യം ബീഫ് മാത്രം ഞാൻ കേട്ടില്ല, ബീഫ് മാത്രം ഞാൻ അതെ മാവേലി അങ്ങോട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, പക്ഷെ സാറിനോടാണ് മഹാബലി അപ്പൊ എന്തായാലും ഇത്രയും തിരക്കിന്റെ ഇടയിൽ സാറിന് ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്നാലും ആളുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി ഇത്രയും സമയം കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ സ്പെൻഡ് ചെയ്തു, ഈ വർഷവും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പൊ സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മള് സാധാരണ മുരളിയേട്ടെന്നാണ് വിളിക്കാറ്, ഇന്നത്തെ ദിവസം അങ്ങനെ വിളിക്കാൻ പാടില്ല. നമ്മുടെ എന്താ രാജാവാണ്, മഹാബലി പൂർണ്ണതമ്പുരാനാണ്. അപ്പോൾ നമ്മൾ തമ്പുരാനോട് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു ഓണാശംസകൾ അർപ്പിക്കാനായിട്ട് ക്ഷണിച്ചോളൂ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓണാഘോഷത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഷിഫ്റ്റിന്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടി ശ്രമിച്ച കുറെ ആൾക്കാരുണ്ട്. നമുക്ക് അവരോടൊക്കെ വളരെയധികം സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് ഇതിനൊക്കെ ഏറ്റവും മുന്നിട്ട് ഇറങ്ങിയ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇതുപോലെ ആരെങ്കിലും വിട്ടുപോകും. അതുകൊണ്ട് ഈ പൂക്കളം ഒരുക്കാനായിട്ടും ഇന്നലെ രാത്രി ഉറക്കം കളഞ്ഞ് ഇവിടെ നിന്നിട്ട് എല്ലാവരും കുറെ പേര് ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവരോട് വളരെ സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ഓണാശംസകൾ അർപ്പിക്കാനായിട്ട് നമ്മുടെ തന്നെ എന്താ കൂട്ടുകാരനും സഹോദരനും ഒക്കെ ജോസിനെ ഞാൻ ക്ഷണിച്ചോളൂ. ഏറ്റവും പ്രിയനായ മാവി മറ്റ് സഹോദരൻ എല്ലാവർക്കും നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഓണത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേരുന്നു. ഇത് നമ്മുടെ കൂട്ടായ്മയുടെ നമുക്ക് വളരെയധികം സപ്പോർട്ടായിട്ട് നിന്ന രജീഷ്, നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക കെയർ ഓഫിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് രജീഷ്. രജീഷിനെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിച്ചോളൂ. എല്ലാവർക്കും ഹൃദയപൂർവ്വമായ ഓണാശംസകൾ. നിസ്സാരമായ വാക്കുകളാണെങ്കിൽ വലിയൊരു ആശംസ പറഞ്ഞു നന്ദി ശ്രീ രജീഷ്. അടുത്തത് അരുണിനോട് പറയാൻ പറഞ്ഞു, പക്ഷെ അതും ബ്ലാക്കിൽ പോയിട്ടാണ്. അടുത്തത് നമ്മുടെ സ്ത്രീജനങ്ങളുടെ പക്ഷത്ത് ഷീജ ഓണാശംസകൾ പറയാനായിട്ട് ഷീജയെ ക്ഷണിച്ചോളൂ. ഈ ഒരു അവസരം ഉണ്ടാക്കുന്ന വിജയകുമാർ സാറ്, പ്രഭുകുമാർ സാറ് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദി പറയുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അവസരമായിട്ട് എടുക്കരുത്. ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കി തന്ന സാറുമാരും അതിന് ഒത്തൊരുമയിൽ നിന്ന് നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും ഇതിനുവേണ്ടി കൈയടിച്ച് എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ സമർപ്പിച്ചുകൊണ്ട് അടുത്തതായി നമുക്ക് ഓണാശംസകൾ അർപ്പിക്കുന്നു പ്രിയ കണ്ണൻ. എല്ലാ കലാപരിപാടികളും ആളാണ്. അപ്പൊ ആശംസകൾ പറയാനായിട്ട് ക്ഷണിച്ചോളൂ. ഒരാശംസ പറയുക. നമ്മുടെ ഓണപരിപാടി ഉദ്ഘാടനം ചെയ്തെത്തിയ കൃപേഷ് കുമാർ സാർ, വിജയകുമാർ സാർ, പിന്നെ നമ്മുടെ പൊന്നുമാവേലി തമ്പുരാനും എല്ലാവർക്കും, എന്റെ ചേച്ചിമാർക്ക് അനിയത്തിമാർക്ക് എല്ലാവർക്കും ചേട്ടന്മാർക്കും ഹാപ്പി അത് നല്ലൊരു ആശംസയും കൂടി നമ്മുടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഒട്ടും ടൈം ഡിലേ ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്തണം. അപ്പൊ എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്.
നിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറ നിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി നൂരയിടുമലയിൽ നമുക്ക് തുഴയാനമ്പിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് പറ നിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി നമ്മുടെ കലാപരിപാടികളും പടംവലിയും ഇല്ലാതെ എന്തോ കലാപരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ഇവിടെ ചൊല്ലുന്നതിന് വേണ്ടി ഉമാ പ്രിയ ബിന്ദു സിൽവി എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ദേവരാഗമേ മേലേലേഖത്തെ ചിം 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 പാടിവാ ദേവരാഗമേ